അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ലാസ് കേട്ട ഫസീല പൊട്ടിക്കരഞ്ഞു പോയി. റബ്ബേ, അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾ ഓർത്തു. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടും തെറ്റുകളല്ല, പല പല തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബേ, എനിക്ക് പാപമോചനം ഉണ്ടാവുമോ? പഠിച്ചോനെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ, ആ വേശ്യയായ പെണ്ണിൻ്റെ ആ കഥ കേട്ടപ്പോൾ ശരിക്കും ഫസീല കരഞ്ഞു പോയിരുന്നു. അവൾക്കും നന്നാവണമെന്ന ആഗ്രഹം, എനിക്കും അള്ളാഹുവിലേക്ക് അടുക്കണം എന്നൊരു തോന്നി തുടങ്ങുകയാണ്. അന്ന് അവൾ ഭക്ഷണം കഴിക്കുവാനൊന്നും എഴുന്നേൽക്കുന്നില്ല. മോളെ, ഉമ്മ വിളിച്ചു. എന്താ മോളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉമ്മ, ഒന്നുമില്ല. എന്താ മോളെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലേ പടച്ചവനോട് നീ അത് പൊറുക്കലിനെ തേടിക്കോ. പഠിച്ച റബ്ബ് പൊറുക്കാതിരിക്കില്ലല്ലോ. ഉമ്മ, എനിക്ക് മക്കളുണ്ടായിട്ട് പോലും മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ ഞാൻ ഓരോരുത്തരുടെ കൂടെ പോയത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഉമ്മ, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണുനീര് അത് എനിക്ക് തട്ടിയിട്ടുണ്ടോ ഉമ്മ? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഉറ്റി വീണ ആ ഒരു കണ്ണുനീര്, അതിന് പകരം ഞാൻ എന്ത് കൊടുക്കും എനിക്കറിയുന്നില്ല. ഫസീല പൊട്ടിക്കരഞ്ഞു. മോളെ, നിൻ്റെ മനസ്സ് ഇപ്പം എന്താ നിനക്ക് തോന്നുന്നത്? ഉമ്മ, എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ ഒന്ന് കഴുകിക്കളയണം. അത്രക്ക് പാപങ്ങൾ ഞാൻ ചെയ്ത പാപിയാണ്, ദോഷിയാണ് ഉമ്മ, സത്യമായിട്ടും. മോളെ, നീ വിഷമിക്കല്ലേ. ദിക്റും സലാത്തൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നോട്. ഫസീലയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അതെ റബ്ബേ, ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയത്? അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ കിട്ടിയത്? എനിക്കെല്ലാം നഷ്ടമായി. എൻ്റെ ജീവൻ തന്നെ നഷ്ടമാവുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അതെ, എൻ്റെ നവാസ് ഖാൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്ന് ഞാൻ ഏതെങ്കിലും മോർച്ചറിയിൽ അനാഥമായി കിടക്കുന്നുണ്ടാകും. ഉറപ്പാണ്, ആരാരുമില്ലാതെ. അവൾ ഉമ്മയെക്കുറിച്ച് ഓർത്തു. അതെ, ഐഷുമ്മ സ്നേഹത്തിൻ്റെ നിറകുടമാണവർ. പാവം, അവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ മക്കളെ അല്ല, ഞാൻ എന്ത് ചെയ്യാം? ഐഷുമ്മയോട് പോയി കരഞ്ഞ് കാല് പിടിക്കണം. അതെ, അത്രക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പോന്നിട്ടും എന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച് എൻ്റെ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി ഇപ്പോഴിതാ എൻ്റെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. പഠിച്ചോനെ, എങ്ങനെ അവരോട് എനിക്കറിയുന്നില്ല. ഫസീൽ അവളുടെ തെറ്റുകളോർത്ത് കരയുകയാണ്. അവൾ വിലപിക്കുകയാണ്. പഠിച്ചോനെ, ഞാനൊക്കെ എന്താ ആയിപ്പോവും. എന്നാൽ അതാ നവാസ് വരാൻ വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ. റബ്ബേ, ഇനിയിപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ സമീറേൻ്റെയും ഉസ്താദിൻ്റെയും കല്യാണം എല്ലാം കൂടി തിരക്കാണല്ലോ. റബ്ബേ, ഇനിയിപ്പോൾ സമീറയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. മോളെ സമീറ. ആ ഉമ്മ. മോളെ, പിന്നെ 2 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് നവാസും മക്കളും എത്തും. നവാസ് എന്ന് വെച്ചാൽ ഷാമോൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. നീ കണ്ടിക്കണോ അറിയില്ല. ഫൈസലാണ് രണ്ടാമത്തോന്. പിന്നെ സാജി, പിന്നെയാണ് നമ്മുടെ ഷാമോൻ ചെറുതാണ്. അപ്പോൾ ഇവർ മൂത്ത ജ്യേഷ്ഠനാണ് നവാസ്. നവാസിന് 2 മക്കളുണ്ട്. മൂന്നാമത്തെ ഇപ്പോൾ ഗർഭിണിയാണ്. മൂന്നാമത്തെ ഗർഭിണി എന്ന് വെച്ചാൽ അവൾക്ക് ആദ്യത്തെ കുട്ടിയാണ്. പക്ഷെ അവനക്ക് മൂന്നാമത്തെ കുട്ടിയായിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനുള്ളിൽ എത്തും. പിന്നെ അവളെ പ്രസവത്തിന് കൊണ്ടുപോകൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വന്നിട്ടൊക്കെ കാണാം. ഉമ്മ, സന്തോഷം. ആയിക്കോട്ടെ, അവരൊക്കെ കാണാൻ പറ്റിയതും വലിയ ഭാഗ്യം തന്നെയല്ലേ. എന്നാൽ ഈ സമയം അതാ ഷാമോൻ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ. ആ, എന്താ മോനെ? ഉമ്മ, അത് പിന്നെ സമീറാക്കുള്ള ഗോൾഡ് എടുക്കണ്ടേ, പിന്നെ ആ കൂട്ടത്തിൽ മോൾക്കുള്ളത് എടുക്കണം. പൊന്നു മോനെ, എന്തായാലും ഇപ്പോൾ നുസിക്ക് ഇപ്പോൾ 40 ആയില്ലേ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. അതിപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കുഴക്കണ്ട. സമീറാക്കുള്ള പണ്ടത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇമ്മാൻ്റെ കുട്ടിപ്പോൾ പെണ്ണിനുള്ള എടുത്തോ. ഫാത്തിമ മോൾക്കുള്ള എടുത്തയ്യേ. പിന്നെ പോകുമ്പോൾ നുസൈബാക്ക് എന്തെങ്കിലും പുതിയൊരു പണ്ടം വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ സമീറാൻ്റെ കാര്യം ഞാനത് ഏറ്റെടുത്തോളാം. ഓൾക്കുള്ള എന്താ വെച്ചാൽ ഞാൻ തന്നെ വാങ്ങിക്കോളാം. ഉമ്മാൻ്റെ കുട്ടിക്കുള്ളത് വാങ്ങിക്കോളി. ഉമ്മ, അപ്പോൾ എന്നാൽ നമുക്ക് പോയാലോ?
ആ ആയിക്കോട്ടെ എന്നാൽ. അങ്ങനെ അതാ ഷമ്മാസ് സെമീറയോട് പറയുന്നു, എടി പിന്നെ ഞങ്ങളെന്താ കുട്ടിക്കുള്ള സ്വർണ്ണമൊക്കെ വാങ്ങി വരട്ടോ, ഞമ്മക്ക് ഇൻഷാല്ല പിന്നെ പോകണ്ട. ഉമ്മ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇതന്നെ മതി, അത്യാവശ്യത്തിനുള്ള ഉണ്ടല്ലോ ഉമ്മ. അല്ല മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം ആകുമ്പോഴേ കുറച്ചൊരു പണ്ടിടാഞ്ഞാലേ അതൊരു തൃപ്തിയില്ല. ഷാമോനെ, ആ ഉമ്മ പോയാലോ? ഉമ്മ അത് ഇപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യം, എനിക്ക് ഒരു ബിസി ഉണ്ട്. ഇപ്പോൾ പോണ നാളെ പോയാൽ മതിയോ? പൊന്നു മോനെ, എടുക്കാനുള്ളതാണ് എടുത്താൽ പോരെ. അല്ലമ്മ, ഞാൻ ഫസീലയുടെ ആങ്ങളയോട് ഞാൻ ഷോപ്പിലേക്കൊന്ന് വരാൻ പറഞ്ഞിരുന്നു. തന്നെ? പഠിച്ചോനെ, എന്നായിക്കോട്ടെ എൻ്റെ പൊന്നു മോനെ, നാളെ എടുക്കാം. ഇനി 2 ദിവസം കൂടെയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ 40 ആകുമ്പോഴത്തേന് നമുക്ക് എടുക്കാം. എന്നമ്മാൻ്റെ കുട്ടി പോയിക്കോളി. എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ആങ്ങള ഷമ്മാസിനെ വിളിച്ചിരുന്നു. അതിനു മുമ്പായിട്ട് ഉമ്മയോട് പറഞ്ഞിരുന്നു, ഉമ്മ ഷാമോൻക്ക് വരാൻ പറഞ്ഞിരുന്നു, ഷോപ്പിൽ ഞാൻ ചാൻസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിരുന്നു. പൊന്നു മോനെ, അപ്പം ഇനി ഇവിടെ ഉമ്മ ഇവർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയതുകൊണ്ട് വല്ലാതൊന്നും ക്യാഷും കാര്യങ്ങളൊന്നും. അപ്പോൾ ഷാമോൻക്ക് എന്നെ വിളിച്ചപ്പോൾ, ആണോ പൊന്നു മോനെ, എന്തായാലും ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. ഇത്താ, ഫസീലത്തിയുടെ അരികിലേക്ക് ആങ്ങള വന്നു. എന്താ കുഞ്ഞു? ഇത്താത്ത, ഞാൻ ഷാമോൻക്കാരൻ്റെ ഷോപ്പിൽ പോവാണ്. ആ നിമിഷം അവൾ ചോദിച്ചു, എന്തിനാ മോനെ? ഒന്നുമില്ല, അത് ഷോപ്പിൽ എനിക്ക് അവിടെ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞിരുന്നേ, അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത്. ആണോ? മാഷാ അല്ലാ, മോൻ പോയിക്കോ. സത്യം പറഞ്ഞാൽ ഫസീലക്ക് അതെല്ലാം കൂടി കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായിപ്പോയി. റബ്ബേ, ഇത്രയധികം നന്മകൾ ചെയ്യുന്ന കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്നാലോചിച്ചുകൊണ്ട് അവൾ വിലപിക്കുകയായിരുന്നു. അതെ, ഇനിയൊരിക്കലും നവാസ്കയുടെ ഭാര്യയായിട്ട് ഞാൻ തുടരുകയില്ല. അതെ, നവാസ്ക എന്നെ അല്ല, നവാസ്കയെ ഞാനായിട്ടാണ് ഉപേക്ഷിച്ചത്. നവാസ്കയെ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ നവാസ്ക എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ മറ്റൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കണം. എങ്കിൽ വേണ്ട റബ്ബേ, അവർ ജീവിച്ചോട്ടെ. ഒരിക്കലും നവാസ്കയെ ഞാൻ ബുദ്ധിമുട്ടാക്കൂല. എനിക്ക് എൻ്റെ മക്കളുണ്ടല്ലോ. ഇത്താ, എന്താ ആലോചിക്കുന്നത്? അതെ, തൻ്റെ പൊന്നു ആങ്ങള അവിടെ നിൽക്കുന്നൊന്നും അവൾ ഓർത്തില്ല. അത് ഒന്നുമില്ല മോനെ, താത്താൻ്റെ കുട്ടി പോയിക്കോളിട്ടോ, നല്ല രീതിയിൽ ജീവിച്ചോളി. അങ്ങനെയാണ് ഷാമോനെ വിളിച്ചത്. അതെ ഷാമോൻക്ക്, ഞാൻ അങ്ങോട്ട് ഷോപ്പിലേക്ക്. ആ മോനെ, വേഗം വാ. അങ്ങനെ ഏതാ കുഞ്ഞു ഷോപ്പിലെത്തി. ഷമ്മാസ് അപ്പോഴേക്കും അവിടെ എത്തി. ഷാമോൻക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ കുഞ്ഞു, ഭക്ഷണം കഴിച്ചോ? ആ, ഭക്ഷണം കഴിച്ചു. എന്തൊക്കെയാ ഇന്ന് ഡ്യൂട്ടി? ഇന്ന് ഞാൻ പോയില്ല, കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ജസ്റ്റ് ഞാൻ പോയിട്ട് പറഞ്ഞു വന്നു. ഞാൻ ജസ്റ്റ് ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ എന്നൊക്കെ പറഞ്ഞത്. ഇൻ്റർവ്യൂയോ? എന്തിന്? ആർക്ക്? അതൊന്നും വേണ്ട, നിൻ്റെ കൗണ്ടർ ചെയ്താണ് കേട്ടോ. ഇവിടെ മൊബൈൽസ് വാങ്ങിയതിന് ശേഷം ബില്ല് പേ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗത്താണ് നീ നിൽക്കേണ്ടത്. ഓക്കെ, അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചതുകൊണ്ട് നിനക്കതൊക്കെ അറിയാലോ. അതൊക്കെ അറിയാം. അതെ, പിന്നെ സാലറി എത്ര വേണം എൻ്റെ കുഞ്ഞൂന്? അത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചുപോയി. അത് ഷാമോൻക്ക, ഞാൻ സ്റ്റാർട്ടിങ് അല്ലേ എത്തിയിട്ടില്ലുള്ളൂ. എനിക്ക് ഒരു പറഞ്ഞോ, നിനക്ക് എത്രയാണ്, എത്ര വെച്ചാൽ വേണ്ടത് പറഞ്ഞോ. എനിക്ക് നിനക്ക് എത്ര അവിടുന്ന് കിട്ടിയത്? അവിടുന്ന് 4-5 എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയത്. ഓ, അപ്പോൾ നിനക്ക് ഞാൻ ഒരു 6 തന്നാലോ? സന്തോഷം. അതും കിട്ടാൻ പ്രയാസമുള്ള തുടക്കമല്ലേ, അതൊന്നും വിഷയമല്ല. ആ, ആയിക്കോട്ടെ. എന്തായാലും നീ ഇങ്ങോട്ട് കയറുമ്പോൾ നിനക്കൊരു അഡ്വാൻസ് തരാൻ ഞാൻ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഷമ്മാസ് അപ്പോൾ തന്നെ അവൻ്റെ ഗൂഗിൾ പേ നമ്പർ വാങ്ങുന്നു. കുഞ്ഞു, നിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണോ? ആ, അതെ, ഇത് തന്നെയാണ്. അപ്പോൾ തന്നെ ഷമ്മാസ് പൈസ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അതെ, ഒരു നിമിഷം ആ മെസ്സേജ് വന്നപ്പോൾ ഓൻ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രേ! ഷാമോൻക്ക, നിങ്ങൾക്ക് പിഴച്ചോ? ഇത് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. എൻ്റെ കുഞ്ഞു, ഷാമോൻ അങ്ങനെയൊന്നും പിഴക്കാറില്ല.
എന്താ നീ ഡ്യൂട്ടി തുടങ്ങിക്കോ. പിന്നെ ഇതാ നിൻ്റെ കൗണ്ടർ താന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ അവനക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, അത്ര വലിയൊരു സംഖ്യയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഷാമോൻക, അത് ഞാൻ തിരിച്ചയക്കാം മോനെ, അതവിടെ കിടക്കട്ടെ. അക്കൗണ്ടിൽ അല്പം ക്യാഷ് ഉണ്ടാകുമ്പോൾ മനസ്സൊക്കെ ഒരു സമാധാനമാണ്. എന്തേ? പിന്നെ ഇന്ന് പോകുമ്പോഴേ ഉമ്മാക്കും ഉപ്പാക്കും പെങ്ങൾക്കൊക്കെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണം കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ ഞാനും വരാം. അത് ഇക്ക, എനിക്ക് സത്യം പറഞ്ഞ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷമ്മാസ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിലൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞു, മോൻ വിഷമിക്കണ്ട കേട്ടോ. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മോനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും കേട്ടോ. അതെ, ഫസീലയുടെ ആങ്ങളെ നെഞ്ചോട് ചേർത്തു ഷമ്മാസ്. ഒരു നിമിഷം അവൻ വിതുമ്പിപ്പോയി. റബ്ബേ, ഇത്രമാത്രം സ്നേഹമുള്ള കുടുംബം. അവൻ കണ്ണുകൾ തുടച്ചു. ഹേയ്, കരയാൻ പാടില്ലടാ. നല്ല സുന്ദര കുട്ടപ്പനാണ് നീ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, പഠിച്ച നിന്നെ നന്നാക്കും. സത്യം പറഞ്ഞാൽ കുഞ്ഞുവിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. ഷാമോൻക, എൻ്റെ ഇത്തയോട് പൊറുക്കണം. എന്താടാ എന്ത് നീ അതൊക്കെ എന്നോട് പറയുന്നത്? ഇത്ത നിങ്ങളോട് കുടുംബത്തിനോടൊക്കെ ചെയ്ത ആ ഒരു അപരാധങ്ങൾ പൊറുക്കണം ഷാമോൻക. അത് അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. നീ ഇങ്ങ് വന്നേ. ഷമ്മാസ് അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അതാ ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എന്താ നിനക്ക് പ്രശ്നം? അത് എൻ്റെ പെങ്ങളൊരുപാട് തെറ്റ് ചെയ്തില്ലേ നിങ്ങളോടൊക്കെ ആയിട്ട്. മക്കളെയൊക്കെ വിട്ട് പൊറുക്കണം കേട്ടോ. ഇത്താത്ത ഇപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ്, കരയാണ്. അതെ, ഏതൊരു ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്നലെ, അതെ ആ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് കരഞ്ഞു എന്ന് ഉമ്മ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത്താത്താക്ക് നല്ല കുറ്റബോധമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇത്താത്തയ്ക്ക് വേണ്ടി എതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇത്താത്തയുടെ കുറ്റബോധം അത് നിങ്ങളെങ്ങനെ പറഞ്ഞ് ഇതാക്കണമെന്ന് അറിയുന്നില്ല. ആകെപ്പാട് ടെൻഷനിലാണ്. എന്താ ഷാമോനെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, പറയുക, അതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്താത്തയുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചു തരും. തൽക്കാലം നവാസ്കയും മക്കളും വരുന്നുണ്ട്. നവാസ്കയും മക്കളും വരുമ്പോഴേ എന്തായാലും അവർ ആ പെണ്ണ്, അതായത് ഇത്ത ഗർഭിണിയുമാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇതൊക്കെ തൽക്കാലം ഒന്നും പറയണ്ട. നിങ്ങളുടെ ഇത്താത്തയോടൊന്നും പറയണ്ട നീ കേട്ടോ. മോനൊന്നും പറയണ്ട. എന്തായാലും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലൊന്നുമില്ല. നല്ല രീതിയിൽ അവർ ജീവിച്ചോട്ടെ, നല്ല മാർഗത്തിൽ, അതേ പറയാനുള്ളൂ. പിന്നെ തൽക്കാലം ഇന്നാലെ നീ ജോലിക്ക് ജോയിൻ ആവണ്ട. കാരണം നിൻ്റെ മനസ്സ് വല്ലാതെ പതറിയിരിക്കുന്നു. അല്ല ഷാമോൻക, കുഴപ്പമില്ല. എനിക്ക് വെറുതെ വീട്ടിലേക്ക് ചെന്നാൽ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ ഷമ്മാസ് അവനെ വേദനിക്കുമെന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതാ കൗണ്ടറിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അതെ ഫസീലയുടെ ആങ്ങള കുഞ്ഞു. ശരിക്കും ആ ഒരു ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവൻ്റെ ആ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും ഷോപ്പിലേക്കൊന്ന് കയറാൻ തോന്നും. അത്രക്കും ചുറുചുറുക്കുള്ള ഒരു പയ്യൻ. എന്നാൽ അവനെ ഷോപ്പിലുള്ളവരെല്ലാം പരിചയപ്പെടുന്നു. ഷമ്മാസ് പറഞ്ഞു, ഇതെൻ്റെ അനിയനാണ്. ശരിക്കും എല്ലാവരും ഞെട്ടി. എന്ത് അനിയനോ? ആഹാ, ഇത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അനിയൻ ഇതുവരെ എവിടെയായിരുന്നു? അതൊക്കെയുണ്ട്. എൻ്റെ അനിയനെ എൻ്റെ ഷോപ്പിലേക്ക് തന്നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിലെ ഈ ഒരു കൗണ്ടറിൽ അക്കൗണ്ടൻ്റായിട്ട് അവനുണ്ടായിരിക്കും. കുഞ്ഞു എന്ന് ഓമനപ്പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുവിനെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? തീർച്ചയായും കുഞ്ഞു, നമുക്ക് ഇവിടെ പൊളിക്കാനടാ. സത്യം പറഞ്ഞാൽ എല്ലാവരും അവനെ പരിചയപ്പെടലും അവനോട് കിന്നാരം പറയലൊക്കെ ആയപ്പോൾ അവന് പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഇടപഴകി. അതെ കുഞ്ഞു, ഐഷാസ് മൊബൈൽസ് വേൾഡിൽ ഇന്ന് പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ്. അതെ, അവൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. ഷമ്മാസ് ഇടയ്ക്കിടെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ നല്ലൊരു കുട്ടിയെ കിട്ടിയിരിക്കുന്നു. കുഞ്ഞു, എന്നാൽ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി നിനക്ക് പോകാം. അല്ല ഷാമോൻക, രാത്രി 10 മണി വരെയൊക്കെ ഷോപ്പ് ഉണ്ടാവാറുണ്ടല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി? അല്ല, ഇന്ന് നീ ചെല്ല്. പിന്നെ
ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉള്ളത് വാങ്ങിക്കൊടുക്കണം കേട്ടോ. ഇട്ട് പോകണം ഇൻഷാ അല്ലാ. ഓക്കെ. സമയം 5 മണിയപ്പോഴേക്കും കുഞ്ഞുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഷമ്മാസ്. നേരെ അവൻ ചെന്ന് ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു. അത് പ്രിയപ്പെട്ട ഉപ്പാക്കുള്ളതും ഉമ്മാക്കുള്ളതും അത് ഫസീലത്താക്കുള്ളതുമായ ഡ്രസ്സെല്ലാം വാങ്ങി. കുറച്ചധികം ഫ്രൂട്ട്സും സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് അവൻ പോവുകയാണ്. നേരത്തെ തൻ്റെ പൊന്നുമോൻ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ, അല്ല എന്തിപ്പം ഇന്ന് കുഞ്ഞു നേരത്തെ വന്ന് പണിസ്ഥലത്ത് നിന്ന് എങ്ങാനും ഓൻ പോയെന്നോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മളോട് പറഞ്ഞിരുന്നല്ലോ അവന് ഷാമോൻഖാൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണെന്നുള്ളത്. അല്ല എന്താ ഓന് കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ പറ്റിയിട്ടില്ല. അവിടെ എന്ന് വെച്ചാൽ വലിയ തിരക്കുള്ള ഷോപ്പല്ലേ, ഏത് സമയം ജോബ് ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അവനിനി പറ്റിയിട്ടില്ലേ എന്താന്നാവോ. അവൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ പൊതികളെല്ലാം എടുത്ത് നേരെ ഉപ്പയുടെ മുമ്പിൽ വെച്ചു. ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ പന കുട്ടി എന്തിത് നേരത്തെ തന്നെ? ഉപ്പ ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതെന്താ കുട്ടിയെ? അതെ ഉപ്പാക്കുള്ള ഡ്രസ്സായിരുന്നു അത്. എൻ്റെ പൊന്നു മോനെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു ഉപ്പാക്ക്. പന കുട്ടി പണിയെടുത്ത് കുറച്ച് പൈസ കിട്ടി നമുക്ക് കുറച്ച് കടങ്ങൾ വീട്ടാണ്ടായിരുന്നു. ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ളതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോഴേക്കും ഉമ്മയും ഓടിയെത്തി. മോനെ കുട്ടി വന്ന റബ്ബേ, ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ കുറേ വാങ്ങിക്കണല്ലോ. ഉമ്മ ഇത് ഉമ്മാക്കുള്ള ഡ്രസ്സാണ്. ഇതാ പൊന്നു മോനെ, അല്ലെൻ്റെ കുട്ടിയുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഇതിനൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടായത്? ഉമ്മ കുറേ ആയില്ലേ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇത് ഉമ്മാക്കുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോനെ എൻ്റെ കുട്ടിക്ക് എവിടുന്ന പൈസ? ഉമ്മ അത് ഷാമോൻക്ക് തന്നു. അല്ല, ഒരു ദിവസം അവിടെ ഷോപ്പിൽ ജോയിൻ ആയപ്പോഴേക്കും ഇത്ര പൈസ തന്നോ? ആ ഉമ്മ. നേരെ ഫസീലത്തിയുടെ അരികിലേക്ക് അവൾ അവിടെ കിടക്കുക തന്നെയാണ്. ഇത്ത അറിയാതെ മയങ്ങിപ്പോയിരിക്കുന്നു. ആ മോനെ എന്നെ വിളിച്ചോ? ഇത്ത എഴുന്നേറ്റിരിക്കാൻ കഴിയോ? ആ ശ്രമിച്ചു നോക്കാം. അങ്ങനെ കുഞ്ഞു തന്നെ ഫസീലത്തെ താങ്ങി അവിടെ കട്ടിലിൽ ചാരിയിരുത്തുന്നു. ഇത്ത ഇതെങ്ങനെയുണ്ട്? ഒരു ഡ്രസ്സ് നിർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ ഇതാർക്കാ? ഇത്താക്കന്നെ. അതിമനോഹരായിരിക്കുന്നല്ലോ മോനെ. മോനത് എവിടുന്ന? അതൊക്കെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ല രസമുണ്ട് മോനെ. മോന് ഇത്രയൊക്കെ സെലക്ഷൻ ഉണ്ടായിരുന്നോ? ഇത്ത സന്തോഷമായില്ലേ? ഉമ്മാക്കും ഉപ്പാക്കും വാങ്ങിയാൽ മതിയായിരുന്നു മോനെ. എനിക്കിപ്പോൾ അവിടുന്ന് ഷാമോനും അവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ. ഇത്താത്ത അവർക്കൊക്കെ ഉണ്ട്. അല്ല മോനെ ഇന്ന് എന്തായി അങ്ങോട്ട് പോയിട്ട്? ഇത്ത അത് ഷാമോൻക്ക് തന്ന ക്യാഷ് കൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ വാങ്ങിയത്. എന്നോട് നിങ്ങൾക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അവൻ ഒരു ആപ്പിൾ കഴുകി മുറിച്ച് നേരെ ഇത്തയുടെ അരികിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇത്ത ഇത് കഴിച്ചോളി. മോനെ ഇത്താൻ്റെ കുട്ടീനൊക്കെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ? ഇത്താനോട് പൊറുക്കണം കേട്ടോ. ഏയ് സാരല്ല ഇത്ത, നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ്. അത് മതി, സന്തോഷമായി എനിക്ക്. അന്ന് ഫസീലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റബ്ബേ, എനിക്കെൻ്റെ ഇത്രയും സ്നേഹമുള്ള കുടുംബത്തേക്ക് വിട്ടെറിഞ്ഞിട്ടാണ് റബ്ബേ ഞാൻ പോയത് മറ്റുള്ളവരുടെ കൂടെ. അതെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാങ്ങള ഒല്ലോയ്, നല്ലൊരു മോനാണ്. ഉമ്മ ഉപ്പ അവരെയൊന്നും കണ്ടുകൂടായിരുന്നു എനിക്ക്. അവസാനം എന്നെ നോക്കാൻ അവരൊക്കെ തന്നെ ഉണ്ടായത്. അവളുടെ കഴിഞ്ഞ കാര്യം ആലോചിച്ച് കണ്ണീര് വാർത്തു. അങ്ങനെ അന്ന് രാത്രിയാവുകയാണ്. ഉസ്താദിന് മനസ്സിൽ ചെറിയൊരു ടെൻഷനാണ് ഇപ്പോൾ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുമ്പോൾ. റബ്ബേ ഒന്നുമല്ല, എന്നാലും എന്നോട് ചോദിച്ച വ്യക്തി എന്തുദ്ദേശത്തിനാണ് റബ്ബേ ചോദിച്ചത്? അല്ല ഉസ്താദേ, നിങ്ങൾ പ്രേമിച്ചാണോ കല്യാണം കഴിക്കണേ എന്നുള്ളത്? റബ്ബേ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഇനി ദിവസങ്ങളില്ലല്ലോ. പക്ഷെ നല്ല ടെൻഷനുണ്ടായിരുന്നു ഉസ്താദിനെ. കാരണം മറ്റൊന്നുമല്ല, അത് ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞാലും ഞാൻ പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അതൊരു മോശമാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ
അവരുടെ മരുമക്കൾ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോഴും പിന്നെ ഞാൻ അവിടെ അന്തി രാപ്പാർക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമുള്ള കാര്യമല്ലേ റബ്ബേ. എന്തപ്പോൾ ചെയ്യുക? ഒരു ക്വാർട്ടേഴ്സെങ്കിലും വാടകയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കണം. ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അന്ന് ഉസ്താദ് അതാ മടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വരാൻ. എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മ അതാ ഷാമോൻക്ക് വിളിക്കുന്നു. ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി ഷോപ്പിൽ നിന്ന് പോന്നില്ലേ? ആ ഉമ്മ, ഇന്ന് കുറച്ച് തിരക്കണം, ഇന്ന് കുറച്ച് ലോഡ് ഇറക്കിയപ്പോഴേ. ആ പൊന്നു മോനെ, ഉസ്താദ് ഇവരെ എത്തിയിട്ടില്ലല്ലോ. അല്ല, എത്തിയിട്ടില്ലേ? ഉസ്താദ്. അപ്പോൾ തന്നെ ഷമ്മാസ് അത് ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ ഉസ്താദെ, നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയില്ലേ? ഷാമോനെ, ഇല്ല, ഞാൻ എന്താ ഉസ്താദേ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നൊരു പെണ്ണില്ല അവിടെ. അവളുടെ ആ കൈപുണ്യം ഉസ്താദിന് അറിയാതിരിക്കാൻ പറ്റുമോ എന്നും അറിയുന്നത്? ഷാമോനെ, അങ്ങനെയൊന്നും പറയല്ലടാ, അല്ലെങ്കിൽ ചില വിവാദങ്ങളുണ്ട്. അല്ല ഷാമോനെ, ഞാൻ രാത്രിക്കത്തെ ഫുഡ് ഒന്നും വേണ്ട, നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ചിക്കണ് ഉസ്താദ് കെട്ടാൻ പോകുന്ന പെണ്ണ്. അല്ല ഉസ്താദേ, എന്താ ഉസ്താദ് കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ആ ടേസ്റ്റുള്ള ഫുഡ് നിങ്ങൾ ഒഴിവാക്കല്ലിട്ടോ, അത് നിങ്ങൾ മറക്കല്ലിട്ടോ. തമാശ രൂപേണ ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടായി. ഷാമോനെ, വേണ്ട, ഓരോന്ന് പറയല്ലേ അവനെ. ഇല്ല ഉസ്താദെ. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ അമ്മച്ചി, എന്താ ഉപ്പച്ചി വരാത്തത്? പൊന്നുമോളെ, ഉപ്പച്ചി ഇപ്പോൾ വരും കേട്ടോ. ഉപ്പച്ചിക്ക് എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്ക് ഉറക്കം വരുന്നു. ഇല്ല, മോൾക്ക് ചെറുതായിട്ടൊരു പനിയുണ്ടല്ലോ. അയ്യോ, ഉറങ്ങിക്കോളൂ ഉമ്മാൻ്റെ കുട്ടി ഫുഡ് കഴിച്ചില്ലേ? നല്ല മോളാണ് ഉമ്മാൻ്റെ മോള് കേട്ടോ. ഉപ്പച്ചി ഇപ്പോൾ വരും കേട്ടോ. ഉപ്പച്ചി വന്നിട്ട് അപ്പം എണീക്കാ. മോൾ ഉറങ്ങിക്കോ. വരി, കിടന്നോളി. ഉമ്മച്ചി കൂടെ കിടക്കണോ? നല്ല മോളാണ്, ഉപ്പച്ചിൻ്റെ പൊന്നു മോളാണ് കേട്ടോ. ഉമ്മച്ചി വാവാ പാടി ഉറക്കി തട്ടേ. ഉമ്മച്ചിൻ്റെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ ഒട്ടിക്കിടന്നോളൂ കേട്ടോ. തണുക്കുന്നുണ്ടോ? നല്ല മോളാണ് കേട്ടോ. സമീറയുടെ നെഞ്ചോട് ചേർന്ന് ഐഷുമോള് കിടന്നു. ഒരു നിമിഷം സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, പാവം, ഒരു ഉമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത കുട്ടിയാണല്ലോ അല്ലാ. എൻ്റെ കുട്ടിനെ ഞാൻ പൊന്നു പോലെ നോക്കും റബ്ബേ. ഉമ്മച്ചി അമ്മ പാടുന്ന ആ പാട്ട് പാടുന്നു. പാടിത്തരട്ടോ. നല്ല മോളാണ് കേട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. സമീർ ഐഷുമോൾക്ക് താരാട്ട് പാടി ഉറക്കി. അല്ലാ, എൻ്റെ കുട്ടിക്ക് ചെറുതായിട്ട് പനിയുണ്ടല്ലോ റബ്ബേ. പഠിച്ചോനെ, ഒന്നും അസുഖം ഉണ്ടാവരുതേ അല്ലാ. പഠിച്ചോനെ, പാവം കുട്ടിയാണ്. ഉമ്മാൻ്റെ കുട്ടിക്ക് പനിയുണ്ടോ? ഉറങ്ങിക്കോലട്ടാ. സമീറ പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് ഉറക്കി. എന്നാൽ അപ്പോഴിതാ പുറത്ത് ശബ്ദം. ഉമ്മ, ഉമ്മ. അതെ, ആ വാതിലിലെ മുട്ടൽ കേട്ടാൽ അറിയാം അത് ഉസ്താദാണെന്ന്. അതെ, അദ്ദേഹം ഒരിക്കലും ബെല്ലടിച്ചാരെയും പേടിപ്പിക്കാറില്ല. പതുക്കെ വാതിലിന് മുട്ടും. ഉസ്താദിൻ്റെ ആ ഒരു വാതിലിൻ്റെ മുട്ടൽ കേട്ടപ്പോൾ ഒരു നിമിഷം അതാ സമീറയുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം. അവളുടെ കൈകാലുകൾ തളരുന്നത് പോലെ. അല്ലാ, എത്തിയോ? മോൾ ഉറങ്ങുകയും ചെയ്തോ? അറിയില്ല. അതെ, കുട്ടിക്ക് കുറഞ്ഞൊരു പനിയുണ്ട്. അല്ലാ. മോളെ സമീറ, സമീറ. ആ ഉമ്മ ഇത് വരുന്നു. മോളെ, ആ മോനെ ഇങ്ങോട്ട് കയറി. അല്ലാ, എന്തിപ്പോൾ ഇത്ര നേരം വൈകണത്? അല്ലുമ്മ, ഞാൻ രാത്രി ഫുഡിന് വരണ്ടെന്ന്. എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ, പുറത്തത്തെ ഫുഡ് ഇപ്പോൾ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എല്ലാം ഉണ്ട്, വെച്ചുണ്ടാക്കാനും ആളുണ്ട്. എന്താ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് രണ്ടടി നടന്ന് ഇങ്ങോട്ട് പോരണേൽ? അല്ലുമ്മ, നടന്നു വരുന്നതിലൊന്നല്ല,
ആ എന്തിയേ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആരെന്ത് പറഞ്ഞാലും ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. കാരണം ഇതിൻ്റെ പിന്നിൽ ഞാനാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. മോളെ സമീറ, ആ ഉമ്മ ഇത് വരുന്നു. അതെ, ഫുഡെല്ലാം എടുത്ത് ടേബിളിൽ അവൾ കൊണ്ടുവച്ചു. കുട്ടിക്ക് പനിയുള്ളത് ഇപ്പം പറയണ്ട. കാരണം ഫുഡ് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കഴിയൂല. എന്തായാലും ഉസ്താദ് ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ അത് അവൾ ഉണ്ടാക്കി വെച്ച ഫുഡ് ഉസ്താദ് കഴിക്കുന്നു. മോനെ കഴിക്കേ, ഇട്ട് കഴിക്കുക. എന്തിപ്പോൾ തീരെ കഴിക്കണില്ലല്ലോ ഉമ്മ, രാത്രിയല്ലേ, അപ്പോൾ അത്ര മതി. ആ ആയിക്കോട്ടെ. അങ്ങനെ അതാ ഉസ്താദ് കൈ കഴുകി. ഷാമോൻ എത്തിയിട്ടില്ലല്ലേ? ഇല്ലേ, ഇന്ന് അവൻ ലോഡ് വന്നിക്കണ് പറഞ്ഞപ്പോഴേ ആ അങ്ങനെയാണ്. ഉമ്മ എന്നാ ഞാനങ്ങോട്ട്. മോനെ പോവാണോ? അല്ലമ്മ, ഐഷു എന്തിനാ നേരത്തെ ഉറങ്ങിയത്? ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞല്ലോ. ആ അത് മോനെ. ഉമ്മ പറയണ്ട, വിഷമം, അവൾ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു. എന്തേ, ഐഷുവിനൊന്ന് കാണാൻ പറ്റുമോ എനിക്ക്? അതെ, ഉസ്താദിന് ഐഷുവിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. സമീർ അതാ നേരെ ഉമ്മയുടെ അരികിലേക്ക് പോയി. അതാ പുതച്ചു മൂടിക്കിടക്കുന്ന തൻ്റെ പൊന്നുമോളെ കണ്ടപ്പോൾ ഉസ്താദ്, അല്ലാ ഐഷു, ഉപ്പച്ചിൻ്റെ കുട്ടി എന്താ ഉറങ്ങിയോ? ഉസ്താദേ, ഐഷുവിന് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ആണോ? എപ്പോൾ തുടങ്ങിയതാ? അല്ല, കുറച്ച് സമയമായിട്ടുള്ളൂ. അത് ആണല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അതിന് മാത്രമൊന്നുമില്ല ഉസ്താദേ. ആ നിമിഷം തന്നെ ഉസ്താദ് അതാ ഐഷുമോളുടെ തൊട്ടരികിൽ ഇരുന്നു കൊണ്ട് ഷിഫായിൻ്റെ ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കുന്നു. ആയത്തുൽ കുർസി ഓതി കൊടുക്കുന്നു. അവളുടെ തലയിലും ശരീരത്തിലും ഊതി തടവി കൊടുക്കുന്നു. ഉപ്പച്ചിൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറൂട്ടോ. അള്ളാഹു സുബ്ഹാനഹു ഷിഫിയാക്കി തരട്ടെ. അള്ളാഹുവേ, എൻ്റെ കുട്ടിയുടെ അസുഖം നീ പെട്ടെന്ന് ഷിഫിയാക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഐഷുമോളെ ഉസ്താദൊന്ന് മന്ത്രിച്ചൂതി. മോനെ എങ്ങനെയുണ്ട്? ആ അത് മാറിക്കോളും, അത് കുഴപ്പമില്ല, ഞാൻ മന്ത്രിച്ചോതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു ഷിഫ നൽകട്ടെ. ആ മോനെ, പിന്നെ ഇവിടെ മറ്റന്നാളല്ലാത്ത അതിൻ്റെ പിറ്റേ ദിവസം നവാസും മക്കളും വരുന്നുണ്ട്. ആണോ ഉമ്മ? മാഷാ അല്ലാ, അള്ളാഹു ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തുവാനുള്ള ഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉസ്താദ് ദുആ ചെയ്തുകൊണ്ട് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.